ഹലോ, വെൽക്കം ടു ലേറ ലാക്സ്. ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡിൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വീടും അതിൻ്റെ ചുറ്റുപാടുമൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണിത്. ഒരു ഹോം ടൂറൊന്നുമല്ല, നമ്മൾ കേരളത്തിലെ പല നല്ല ഓർമ്മകളും തരുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. പ്രത്യേകിച്ച് UK-യിൽ നിന്ന് റീസെൻ്റ്ലി മൂവ് ചെയ്തിരുന്ന ആളെന്ന നിലയ്ക്ക് കുറേ സന്തോഷം നൽകുന്ന കാര്യങ്ങൾ, അതൊക്കെ ഒന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ. എന്തൊരു ഭംഗിയാണല്ലേ വീട് കാണാൻ, നല്ല ഇൻറ്റീരിയറൊക്കെ ആയിട്ട്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഇതല്ല ഞങ്ങൾ താമസിക്കുന്ന വീട്. ഇതാണ്. പുറമേ അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും UK-യിലിരുന്ന് ഞങ്ങൾ വീട് അടുത്തപ്പം കുറേ റിജക്ഷൻ ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടിയ വീടാണിത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സന്തോഷമുണ്ട് ഇവിടെ താമസിക്കാൻ. ഇതൊരു പക്ക ക്വീൻസ്ലാൻഡ് മോഡൽ വീടാണ്. ഈ വീടുകളുടെ പ്രത്യേകത എന്താണെന്ന് ഞാൻ ഈ വീഡിയോ ലാസ്റ്റ് പറയാം. ഇത് നമ്മുടെ വീടിൻ്റെ ഒരു ഫ്രണ്ട് പോർഷനാണ്. കാർ പൊറിച്ച് നാട്ടിലെ പോലെ കാറൊക്കെ ഇടാനുള്ളൊരു സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോഴത്തെ വീടുകളിലൊക്കെ മിക്കവാറും ഗരാജ് ഉണ്ടാവും. വേസ്റ്റ് ബിന്നാണ് സൈഡിലിരിക്കുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ളൊരു സിറ്റ് ഔട്ടിൽ നിന്നുള്ളൊരു വ്യൂ പോയിൻ്റാണ്. വൈകുന്നേരങ്ങളിലൊക്കെ ഫാമിലി ആയിട്ട് ഇരുന്നൊരു ചായയൊക്കെ കുടിച്ച് ഇരുന്ന് വർത്താനം പറഞ്ഞിരിക്കാൻ ആർക്കാണ് ഇഷ്ടമല്ലാത്തതല്ലേ. മിക്കവാറും ഇവിടുത്തെ ഫ്ലോറൊക്കെ വുഡനാണ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എക്കോ ഉണ്ടാവും, അതൊരു പ്രോബ്ലമാണ്. കുറച്ച് ക്വീൻസ്ലാൻഡ് മോഡൽ ഹൗസുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. ഇതിൻ്റെ ഗ്രൗണ്ട് പാർട്ട് മിക്കവാറും എമിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് വുഡൻ സ്റ്റമ്പ് കൊണ്ട് പൊക്കി നിർത്തിയ പോലെ കാണാൻ പറ്റും. ഇവിടെ വിൻ്റർ ഒരു 3 months, ബാക്കിയെല്ലാം സമ്മറാണ്. അപ്പോൾ വീടിൻ്റെ അകത്ത് ഇച്ചിരി തണുപ്പ് നിലനിർത്താൻ വേണ്ടിയിട്ട് ഈ താഴെയുള്ള എയർ ഫ്ലോ ഹെൽപ്പ് ചെയ്യുമെന്ന് പറയും. പിന്നെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ മിക്കവാറും ഇങ്ങനെ എംറ്റി ആയിട്ടായിരിക്കും കാണാൻ പറ്റുക. അടുത്തായിട്ട് നൊസ്റ്റാൾജി അടിച്ചൊരു കാര്യമാണ് ഈ പുല്ല്. കണ്ടോ, നമ്മുടെ നാട്ടിൽ പറമ്പിലൊക്കെ കാണുന്ന പുല്ലില്ലേ, അതാണ് ഈ പുല്ല്. ഒരുപാട് സന്തോഷം തോന്നി ഈ പുല്ലൊക്കെ കണ്ടപ്പോൾ. പിന്നെ UK-യിലുള്ളവർക്ക് ഒരുപാട് മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ അഴയിലിട്ട് തുണി ഉണക്കുക. അതിവിടെ ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷമായി. എനിക്ക് ഏറ്റവും സന്തോഷം തന്നൊരു കാര്യമാണ് ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നത്. കറിവേപ്പിലില്ലാതെ എന്ത് കറി. UK-യിലായിരിക്കുന്നവർക്കറിയാം ഈ കറിവേപ്പിലൊക്കെ കിട്ടാൻ എന്തൊരു പാടാണെന്നല്ലേ. ഞാൻ ഒരുപാട് ട്രൈ ചെയ്തിരുന്നു വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ ഒന്നും പിടിച്ച് കിട്ടിയില്ല. ഇവിടെ വന്നു കഴിഞ്ഞപ്പം എല്ലാം നല്ല സുഖമായിട്ട് ചട്ടിയിലാണെങ്കിലും മണ്ണിലാണെങ്കിലും ഒക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നുണ്ട്. എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട്. അതെത്ര വലുതായാലും ചെറുതായാലും എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യമുണ്ടാവട്ടെ. അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. UK-യിൽ നിന്ന് ഓസ്ട്രേലിയക്ക് വന്നതായിട്ട് ബന്ധപ്പെട്ട് കുറേ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്.